Hi dear students, three-dimensional geometry എന്ന ചാപ്റ്ററിൻ്റെ 10ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ചു വന്നത് ത്രീ-ഡയമെൻഷണൽ ജോമെട്രിയിലെ ലൈനുകളെ കുറിച്ചായിരുന്നു. ലൈനുകളുടെ വ്യത്യസ്ത ഫോമിലുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് ആണ് നമ്മൾ അവസാനമായി സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ ഭാഗമായ പ്ലെയിനുകളെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പ്ലെയിനുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്ലെയിൻ എന്താണ്? ഒരു പ്ലെയിൻ സർഫസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ? നിങ്ങൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് ആണെങ്കിലും ഇനി വൈറ്റ് ബോർഡ് ആണെങ്കിലും എല്ലാം ഒരു പ്ലെയിൻ സർഫസ് ആണ്. അപ്പോൾ എന്താണ് പ്ലെയിൻ? നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്കിലെ പേജുകൾ എല്ലാം പ്ലെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പ്ലെയിൻ പേപ്പർ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ ആക്ച്വലി പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് തന്നെയാണ്. പ്ലെയിൻ ഈസ് എ സർഫസ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. പക്ഷേ എല്ലാ സർഫസുകളും പ്ലെയിൻ ആവുമോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഒരു പ്ലെയിൻ? പ്ലെയിൻ ഈസ് ആക്ച്വലി എ സർഫസ്. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ അതിൽ ഏത് രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാലും അവ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി ലൈസ് ഓൺ ഇറ്റ് എന്നാണ്. നോക്കൂ, നമ്മൾ സാധാരണ നമ്മുടെ നോട്ട്ബുക്കിലെ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവ ജോയിൻ ചെയ്യുന്ന ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ലൈൻ സെഗ്മെൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടും ആ സർഫസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പേപ്പറിനെ ഒരു പ്ലെയിൻ എന്ന് പറയാൻ പറ്റും. നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എനി ടു പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് ബോർഡിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് ബോർഡിൽ ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം ഒരു പ്ലെയിനിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇപ്പോൾ പ്ലെയിൻ അല്ലാത്ത സർഫസുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. ചില സർഫസുകളുടെ മുകൾ ഭാഗം ഈ ഒരു ഷേപ്പാണെന്ന് വിചാരിച്ചോളൂ. അതായത് കറക്റ്റ് സർഫസ് അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ നിൽക്കുന്ന ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, പ്ലെയിനിൽ ഈ സർഫസിൽ ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. ഇവ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് നോക്കൂ നിങ്ങൾ, കംപ്ലീറ്റ്ലി ഈ സർഫസിലാണോ? അല്ല. അതുകൊണ്ട് ഇതൊരു പ്ലെയിൻ അല്ല എന്ന് നമ്മൾ പറയും. പ്ലെയിൻ ഈസ് വാട്ട്? എ പ്ലെയിൻ ഈസ് എ സർഫസ് സച്ച് ദാറ്റ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് ഇൻ ഇറ്റ് കംപ്ലീറ്റ്ലി ലൈസ് ഓൺ ഇറ്റ് എന്നാണ്. ലൈൻസ് ജോയിനിങ് അല്ലെങ്കിൽ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് കംപ്ലീറ്റ്ലി ലൈസ് ഓൺ ദി പെർട്ടിക്കുലർ സർഫസ്. അതിന് പറയുന്ന പേരാണ് പ്ലെയിൻ. ഓക്കെ, നമുക്കതിൻ്റെ ഡെഫിനിഷനൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് പ്ലെയിൻ എന്ന് ഹെഡിങ് എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്ലെയിൻ ഈസ് എ സർഫസ് സച്ച് ദാറ്റ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് ഇൻ ഇറ്റ് കംപ്ലീറ്റ്ലി ലൈസ് ഓൺ ഇറ്റ്. ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ്. അതിൽ രണ്ട് ടൈപ്പാണ് നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാനുള്ളത്. ഒന്ന്, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ്റെ ഒരു ഫസ്റ്റ് ഫോം, വൺ പോയിന്റ് ഫോം എന്നാണ് അറിയപ്പെടുക. ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാണും? ഇപ്പോൾ ഒരു പോയിന്റ് മാത്രം തന്നു കഴിഞ്ഞാൽ ഒരു യുണീക്ക് പ്ലെയിൻ ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ടാവും, നോർമൽ ടു ദി പ്ലെയിനും കൂടെ തരും. ഓക്കെ, വൺ പോയിന്റ് ഫോം എന്നതിന് പേരുണ്ടെങ്കിലും നോർമൽ ടു ദി പ്ലെയിനും കൂടെ തന്നാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഡിറൈവ് എന്ന് കാണിക്കാം. ജസ്റ്റ് ഒരു പ്ലെയിൻ ഇവിടെ വരക്കുന്നു. പ്ലെയിൻ നമുക്കറിയാം. പ്ലെയിൻ എന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പീസ് മാത്രമേ ഇവിടെ വരക്കുന്നുള്ളൂ. ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് ഇൻഫിനിറ്റ് ഡയമെൻഷനാണ്. ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും എല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ് പ്ലെയിൻ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് മാത്രമാണ് ഇവിടെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. വൺ പോയിന്റ് ഫോം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് തൽക്കാലം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. പോയിന്റ് നമുക്കറിയാം, നമ്മളെപ്പോഴും ഒരു പോയിന്റ് സെലക്ട് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് അല്ലേ? ക്യാപിറ്റൽ എ എന്ന് പേര് കൊടുക്കുന്നു. എ, ഈ പോയിന്റ് ഏതാണ്? ക്യാപിറ്റൽ എ. നമുക്ക് x1 y1 z1 എന്ന് പേര് കൊടുക്കുക. x1 y1 z1. എപ്പോഴും ഒരു പോയിന്റ് ആകുമ്പോൾ നമ്മൾ x1 y1 z1 എന്നാണ് പേര് കൊടുക്കുക. ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ജനറൽ പോയിന്റ് സെലക്ട് ചെയ്യും അല്ലേ? ജനറൽ പോയിന്റ് നമുക്ക് എന്താ പേര് കൊടുക്കുക? പി എന്ന പേര് കൊടുക്കുക. പി എക്സ് വൈ z. ഇതാണ് ജനറൽ പോയിന്റ്. ഞാൻ പറഞ്ഞു, ഒരു പോയിന്റ് മാത്രമാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്ലെയിൻ്റെ ഇക്വേഷൻ യുണീക്കായിട്ട് ലഭിക്കില്ല. നോർമൽ ടു ദി പ്ലെയിൻ തരണം. ഇതാണ് നോർമൽ ടു ദി പ്ലെയിൻ. ഓക്കെ, നോർമൽ ടു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. നോർമലിന് സാധാരണ നമ്മൾ എൻ, വെക്റ്റർ എൻ എന്നാണ് പേര് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് വെക്റ്റർ രൂപത്തിൽ എഴുതുമ്പം എ ഐ പ്ലസ്
ബി ജെ പ്ലസ് സി കെ എന്നാണ് നമ്മൾ എപ്പോഴും പേര് കൊടുക്കുക. ഓക്കെ, നോർമൽ വെക്റ്റർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇക്വേഷൻ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഒറിജിൻ സെലക്ട് ചെയ്യുന്നു തൽക്കാലം. ദിസ് ഈസ് അവർ ഒറിജിൻ. ഓക്കെ, ഇനി ഒറിജിൻ വരച്ചത് കൊണ്ട് നമുക്ക് ഇവിടെ നോക്കൂ, പൊസിഷൻ വെക്റ്റർ ഓഫ് എ, അത് നമ്മൾ ഒ എ എന്നാണ് സാധാരണ മാർക്ക് ചെയ്യുക അല്ലേ. പൊസിഷൻ വെക്റ്റർ ഓഫ് എ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യുക? ഒ എ, ഒ എ, ഒയിൽ നിന്ന് എയിലേക്ക് ഒ എ. ശരിയാവുന്നില്ലല്ലോ. ഒ എ, ഒ പി ആദ്യം മാർക്ക് ചെയ്യുന്നു. ഒ പി, ഒ എ, ഇതാണ് ഒ. ഓക്കെ, ഒ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒറിജിൻ ആയിട്ടാണ് സെലക്ട് ചെയ്തത്. ദിസ് ഈസ് ആർ ഒറിജിൻ. റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഒറിജിൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒ എ എന്ന് പറയുന്ന വെക്റ്റർ നമ്മൾ സാധാരണഗതിയിൽ വെക്റ്റർ എ എന്നാണ് ഒ എക്ക് പേര് കൊടുക്കുക അല്ലേ. വെക്റ്റർ എ ആണ് ഒ എ. വെക്റ്റർ ഒ പിക്ക് നമ്മൾ നോർമലായിട്ട് പേര് കൊടുക്കാറുള്ളത് വെക്റ്റർ ആർ എന്നാണ്. ആർ ഇസ് ഇക്വൽ ടു ഒ പി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് എ എന്ന് പറയുന്ന പോയിന്റ് പ്ലെയിനിലെ പോയിന്റ് ആണ്. ജനറൽ പോയിന്റ് ആവുന്ന പിയും പ്ലെയിനിലെ പോയിന്റ് ആണ്. അന്നേരം നമ്മൾ എ പി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എ പി എന്ന് പറഞ്ഞൊരു വെക്റ്റർ ലഭിക്കും. ഈ എ പി എന്ന് പറയുന്ന വെക്റ്റർ ഫുൾ ടൈം പെർപെൻഡിക്കുലർ ടു ഈ എൻ ആയിരിക്കും. ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് എൻ. അപ്പോൾ പ്ലെയിനിൽ നമ്മൾ ഏതൊരു ലൈൻ വരച്ച് കഴിഞ്ഞാലും ആ ലൈനും ഈ ലൈനും എപ്പോഴും ഫുൾ ടൈം അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, വെക്റ്റർ എ പി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു എൻ ആയിരിക്കും. വെക്റ്റർ എ പി ഈസ് പെർപെൻഡിക്കുലർ ടു എൻ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ പി ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ വാട്ട് ഈസ് എ പി? എ പി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒ പി, പൊസിഷൻ വെക്റ്റർ ഓഫ് പി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ എന്നാണ് അല്ലേ. ഒ പി മൈനസ് ഒ എ എന്നാണ്. വാട്ട് ഈസ് ഒ പി ഫ്രം ഫിഗർ? ആർ മൈനസ് എ അല്ലേ. ആർ മൈനസ് എ എന്നാണ് എ പി വരിക. ഒ പി മൈനസ് ഒ എ എന്നാണ് ആർ മൈനസ് എ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 0. ഇതിന് പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഇൻ 1 പോയിന്റ് ഫോം. ഇതിൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടറും നോർമൽ ടു ദി പ്ലെയിനും മാത്രമാണ്. ഇതിന് പറയുന്ന പേരാണ് വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? വെക്റ്റർ ആറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വെക്റ്റർ ആറിന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്യുക. എക്സ് ഐ ഫുൾ എക്സിലേക്ക് മാറ്റുകയാണ്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതും. ഓക്കെ, വെക്റ്റർ എക്ക് പകരം എന്ത് എഴുതും? വെക്റ്റർ എ ഇസ് ഈക്വൽ ടു വാട്ട്സ്? ഇതാ വെക്റ്റർ എ നിങ്ങളിവിടെ കാണുന്നുണ്ട്. x1i പ്ലസ് y1 ജെ പ്ലസ് z1k ആണ് അല്ലേ. വെക്റ്റർ എന്നോ, വെക്റ്റർ എൻ ഇത് ഓൾറെഡി ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. n ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. അപ്പോൾ നമ്മൾ ആർ മൈനസ് എ ഈ ഇക്വേഷനിൽ കൊടുക്കണം. ആർ മൈനസ് എ ഡോട്ട് എൻ. വാട്ട് ഈസ് ആർ മൈനസ് എ? ഒന്ന് പറഞ്ഞു നോക്കൂ. ആർ മൈനസ് എ എക്സ് മൈനസ് എക്സ് വൺ ഉണ്ടോ? ഇത് എക്സ് അല്ലേ, എക്സ് വൺ. അപ്പോൾ ആർ മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് വൺ. യെസ്, എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു ഐ എന്നായിരിക്കും ആർ മൈനസ് എ. ഓക്കെ, പ്ലസ് ഇതാ വൈ മൈനസ് വൈ വൺ, വൈ മൈനസ് വൈ വൺ ഇൻറ്റു ജെ പ്ലസ് സെഡ് മൈനസ് സെഡ് വൺ ഇൻറ്റു കെ. ഇതിപ്പോൾ ആർ മൈനസ് എ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ഡോട്ട് ചെയ്യണം. ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. അപ്പോൾ ആർ മൈനസ് എ ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ കൊടുത്തു, എയുടെ വാല്യൂ കൊടുത്തു. ആർ മൈനസ് എ ആണ് ഇത്. ഡോട്ട് എൻ ഇസ് ഈക്വൽ ടു 0. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഐയുടെ കമ്പോണൻറ്റ് ഇവിടെ എക്സ് മൈനസ് എക്സ് വൺ ആണ്. ഇവിടെ ഐയുടെ കൂടെ ആരാളുള്ളത്? എ അല്ലുള്ളത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ ഞാൻ തിരിച്ച് എഴുതാണ്. ഇങ്ങനെ എഴുതുന്നു, എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഒരു പറയാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ്. പ്ലസ് ഇട്ടു. ജെൻ്റെ കമ്പോണൻസ് ഇവിടെ ബി ആണ്, ഇവിടെ വൈ മൈനസ് വൈ വൺ ആണ്. ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഈസ് ഈക്വൽ ടു 0. ഇതിന് പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഇൻ കാർട്ടീഷ്യൻ ഫോം. അപ്പോൾ രണ്ട് ഫോം നമുക്ക് കിട്ടിയിട്ട് വെക്റ്റർ ഫോം ആൻഡ് കാർട്ടീഷ്യൻ ഫോം. നിങ്ങൾ കാർട്ടീഷ്യൻ ഫോം മാത്രം ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് വെക്റ്റർ ഫോം വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദീകരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പ്രൂഫ് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഇക്വേഷൻ കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. ഈ സെക്കൻഡ് ഇക്വേഷൻ എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ ഈസ് ഈക്വൽ ടു
0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പാസ് ചെയ്യുന്ന പോയിന്റ്, ഒരു പോയിന്റ് അതിൽ തന്നിട്ടുണ്ടാവും, അത് x1 y1 z1. ആ പോയിന്റ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കും. ABC എന്ന് പറയുന്ന 3 നമ്പേഴ്സ് അത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ആണ്. നോർമൽ ടു ദി പ്ലെയിൻ തന്നിട്ടുണ്ടാവും, അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നാലും മതി. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ABC. നമ്മൾ എപ്പോഴും ഡയറക്ഷൻ റേഷ്യോസിന് ABC എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ് എഴുതിക്കോളൂ. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ 1 പോയിന്റ് ഫോം എന്ന് ഹെഡിങ് എഴുതുന്നു. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് എഴുതിയിട്ട് 1 പോയിന്റ് ഫോം എന്ന ഹെഡിങ് എഴുതാം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരച്ച് വെക്കുക കേട്ടോ. എല്ലാവരും ഈ ഫിഗർ വരക്കുക, എഴുതണ്ട, ഫിഗർ വരച്ചാൽ മതി. ഫിഗർ വരച്ചതിന് ശേഷം ജസ്റ്റ് ഫ്രം ഫിഗർ എന്ന് പറഞ്ഞ് എഴുതാം. AP ഈസ് പെർപെൻഡിക്കുലർ ടു n എന്ന് എഴുതാം. AP ഈസ് പെർപെൻഡിക്കുലർ ടു n, AP dot n is equal to 0, that is r minus a dot n is equal to 0. ഓക്കെ, ഇതൊരു ബോക്സിലാക്കി വെക്കുക. അതിന് പറയുന്ന പേരാണ് വെക്റ്റർ ഇക്വേഷൻ. നമുക്ക് പിന്നീട് ഫ്രഷ് ആയിട്ട് എഴുതി വെക്കാം. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പിന്നെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ആറിൻ്റെ വാല്യൂ xi പ്ലസ് yj പ്ലസ് zk, വെക്റ്റർ എയുടെ വാല്യൂ x1i. ഇതാ വെക്റ്റർ എ നിങ്ങൾ കാണുന്നുണ്ട്, x1 y1 z1 അല്ലേ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ. അപ്പോൾ x1i പ്ലസ് y1j പ്ലസ് z1k, ഇത് r മൈനസ് എ ഡോട്ട് n is equal to 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ ലഭിക്കും. ഇത് രണ്ടും എഴുതിയതിന് ശേഷം വൃത്തിയായിട്ട് ഒരു ബോക്സിൽ ഇങ്ങനെ റിസൾട്ട് എഴുതി വെക്കുക. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ passing through the point x1 y1 z1 and normal to the vector n is equal to ai plus bj plus ck is given by a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. ഇങ്ങനെ വെക്റ്റർ ഫോം ഞാൻ രണ്ടാമത് എഴുതിയിട്ടുണ്ട്, r minus a dot n is equal to 0. അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്ന ബോക്സിൽ കാണുന്ന റിസൾട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ബൈഹാർട്ട് പഠിക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ കഴിയുന്നവർ ബൈഹാർട്ട് പഠിക്കുക. ഒന്നാമത്തത് നിർബന്ധമായിട്ടും പഠിക്കൽ നിർബന്ധമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെക്റ്റർ ഇക്വേഷൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കാർട്ടീഷ്യൻ ഫോം നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബോക്സിൻ്റെ നേരെ നിങ്ങൾ കാർട്ടീഷ്യൻ ഫോം എന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, കാർട്ടീഷ്യൻ ഫോം, ഇത് വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമിൽ വെക്റ്റേഴ്സ് മാത്രമേ ഉണ്ടാവൂ, വെക്റ്റേഴ്സ് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ 1 പോയിന്റ് ആണ്, ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും. ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ. അപ്പോൾ ഇത് സിംപ്ലിഫൈ തരുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലായിരിക്കും ആൻസർ ഉണ്ടാവുക. ഇതാ AX പ്ലസ് BY പ്ലസ് CZ പ്ലസ് D ഈക്വൽ ടു 0. ഈ ഒരു മോഡലായിരിക്കും എപ്പോഴും പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്ന ആൻസർ ഈ ഒരു മോഡലായിരിക്കും. ABC ആർ കാൾഡ് ദി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ. XYZ പിന്നെ എപ്പോഴും ഇക്വേഷനിൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ലൈൻ്റെ ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ പഠിച്ചിട്ടില്ല. XYZ ഒക്കെ വേരിയബിൾസ് ആണ്. AX പ്ലസ് BY പ്ലസ് CZ പ്ലസ് D ഈക്വൽ ടു 0 ആണ് ഒരു പ്ലെയിനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഈ ഒരു മോഡലാണ് ലഭിക്കുക. അതിൽ രണ്ട് കാര്യങ്ങൾ, ABCക്ക് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി നോർമൽ ടു ദി പ്ലെയിൻ. ഓക്കെ, ഇതാ ഇവിടെ ABC നിങ്ങൾ കാണുന്നില്ലേ. അപ്പം നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദി വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 5, 2, -4 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ വിത്ത് ഡയറക്ഷൻ റേഷ്യോസ് 2, 3 ആൻഡ് -1. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പോയിന്റ് നമ്മൾ ആദ്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു. ഏതാണ് പോയിന്റ്? ഹിയർ ദ പോയിന്റ് ഈസ് 5, 2, -4 ആണ് നമ്മളെ പോയിന്റ്. ഇതാണ് ആക്ച്വലി ആര്? x1 y1 z1. ഓക്കെ, ഇനി നോർമൽ ടു ദി പ്ലെയിൻ, ഇതാണ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ വിത്ത് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2, 3, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ ആണ്. അതാണ് ഇവിടെ ABC. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എഴുതാണ്. എന്താണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ? ഒന്ന് പറയൂ ഇതിൻ്റെ ആൻസർ. യെസ്, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ. എല്ലാവരും ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇപ്പോൾ തന്നെ എഴുതിക്കോളൂ, എൻ്റെ കൂടെ തന്നെ നിങ്ങളും ആൻസർ എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതുന്നു. ആൻസർ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ് വാട്ട് ഈസ് A ഇൻറ്റു x മൈനസ് x1 പ്ലസ് B ഇൻറ്റു y മൈനസ് y1 പ്ലസ് C ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഓക്കെ, A ഇൻറ്റു x മൈനസ് x1 പ്ലസ് B ഇൻറ്റു y മൈനസ് y1 പ്ലസ് C ഇൻറ്റു z മൈനസ് z1 ഇസ് ഈക്വൽ ടു 0. ABC ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ABC ഇതാ 2, 3, -1. അപ്പോൾ ഞാൻ വാല്യൂസ് കൊടുക്കുന്നു. 2 ഇൻറ്റു x മൈനസ് x ഒന്നും ചെയ്യാൻ പാടില്ല, x ഇക്വേഷനിൽ ഉണ്ടാവും. x മൈനസ് വാട്ട് ഈസ് x1? 5. 2 ഇൻറ്റു x മൈനസ് 5 പ്ലസ്
അടുത്തത് 3 അല്ലേ, 3 ഇൻറ്റു വൈ മൈനസ് y1 എന്താ നോക്കൂ 2, യെസ്, പ്ലസ് എഴുതുന്നില്ല, സി മൈനസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് ഇടാണ്, -1 ഇൻറ്റു -1 വേണമെങ്കിൽ എഴുതാം, z മൈനസ് വാട്ട് ഈസ് z1 -4 ആണ് അല്ലേ, അപ്പോൾ -4 രണ്ട് മൈനസ് വരുമ്പോൾ നമുക്ക് പ്ലസ് ആക്കാം, ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു, 2x മൈനസ് 10 യെസ് പ്ലസ് 3y മൈനസ് 6 മൈനസ് z മൈനസ് 4 ഈക്വൽ ടു 0. നമ്മളൊരു ഓർഡറിൽ എഴുതുന്നു, ആദ്യം എക്സ് എഴുതുന്നു, ആദ്യം എക്സ് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും 2x കറക്റ്റ് അല്ലേ, പ്ലസ് 3y നെക്സ്റ്റ് മൈനസ് z റെഡി, അവസാനം -10 -10 -16 -20 ഈക്വൽ ടു 0 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ക്ലിയർ ആണല്ലോ. ഇതാണ് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ, ax പ്ലസ് by പ്ലസ് cz പ്ലസ് d ഈക്വൽ ടു 0. ഇവിടെ 2, 3, -1 ആണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വെക്റ്റർ ഫോം കിട്ടണം. ഇതിന് പറയുന്ന പേര് കാർട്ടീഷ്യൻ ഫോം എന്നാണ്. വെക്റ്റർ ഫോം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെക്റ്റർ ഫോം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ സംഭവം നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതും, ഞാൻ അത് എങ്ങനെ വരുന്നത് എന്ന് ജസ്റ്റ് പറയാം. ഇവിടെ ഈ 2x പ്ലസ് 3y മൈനസ് സെഡിനെ ഞാൻ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ എഴുതും, xi പ്ലസ് yj മൈനസ് zk എന്നുള്ളൊരു വെക്റ്ററും അതിൻ്റെ കൂടെ 2i പ്ലസ് 3j മൈനസ് k എന്നുള്ള വെക്റ്ററും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? x ഇൻറ്റു 2 കണ്ടോ, x ഇൻറ്റു 2 പറഞ്ഞാൽ 2x അല്ലേ, y ഇൻറ്റു 3 3y, പിന്നെ z ഇൻറ്റു ഇവിടെ പ്ലസ് k കൊടുക്കുമ്പോൾ 2x പ്ലസ് x പ്ലസ് y മൈനസ് z, ഇവിടെ 2 പ്ലസ് 3 യെസ് മൈനസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ഇങ്ങനെ ലഭിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇതിൻ്റെ വെക്റ്റർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ഫോം നോക്കിയിട്ട് ജസ്റ്റ് വെക്റ്റർ ഫോം ഞാൻ ഇവിടെ എഴുതാം, വെക്റ്റർ ഫോം ഈസ്, അപ്പോൾ ഞാൻ xi പ്ലസ് yj പ്ലസ് zk xi പ്ലസ് yj പ്ലസ് zk ആണ് എഴുതേണ്ടത് കേട്ടോ. xi പ്ലസ് yj പ്ലസ് zk എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ ആരായിരുന്നു നോക്കൂ, xi പ്ലസ് yj പ്ലസ് zk എന്ന് പറഞ്ഞാൽ r ആണ്, വെക്റ്റർ r ആണ്. അപ്പോൾ ഞാൻ ആദ്യം വെക്റ്റർ r എന്ന് എഴുതും, വെക്റ്റർ r ഡോട്ട്, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഇതാണ് 2i, ഇത് ഇങ്ങോട്ട് നോക്കിയാൽ എക്സും വൈയും സെറ്റും i j k കൊണ്ട് റീപ്ലേസ് ചെയ്യും, 2i പ്ലസ് 3j മൈനസ് k എന്ന് എഴുതും. ഈ -20 ഒന്നും ചെയ്യാൻ പാടില്ല, -20 ഈക്വൽ ടു 0. ഇതിന് പറയുന്ന പേരാണ് വെക്റ്റർ ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ 2x പ്ലസ് 3y മൈനസ് z മൈനസ് 20 ഈക്വൽ 0 എന്നുള്ള കാർട്ടീഷ്യൻ ഇക്വേഷനെ വെക്റ്റർ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് വെക്റ്റർ ആകുമ്പോൾ രണ്ടും വെക്റ്റേഴ്സ് വരണ്ടേ, r എന്നുള്ള വെക്റ്റർ ഇതും വെക്റ്ററാണ്, r ഡോട്ട് n എന്നുള്ള മോഡലാണ് എഴുതേണ്ടത്. r ഡോട്ട് 2i, ഈ എക്സും വൈയും സെറ്റും i j k കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് xi പ്ലസ് yj പ്ലസ് zk ആണ്, ഇത് രണ്ടിൻ്റെയും ഡോട്ട് കണ്ടാൽ 2x പ്ലസ് 3y മൈനസ് z കിട്ടും, -20 ഈക്വൽ ടു 0. ഓക്കെ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടെ ഇവിടെ അഡീഷണൽ ആയിട്ട് എഴുതാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം, നോക്കൂ, എക്സ് പ്ലസ് 2y പ്ലസ് 3z മൈനസ് 10 ഈക്വൽ ടു 0 എന്നൊരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിച്ചോളൂ, കാർട്ടീഷ്യൻ ഫോമിൽ കിട്ടി. ഇതിൻ്റെ വെക്റ്റർ ഫോം ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, r ഡോട്ട് ഈ i ഉണ്ടോ, എക്സിന് പകരം i പ്ലസ് 2j പ്ലസ് 3k ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, -10 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്റ്റർ ഫോം ലഭിക്കും. ഒരു എക്സാമ്പിളും കൂടെ എഴുതാം, 2x മൈനസ് 3y പ്ലസ് 4z മൈനസ് 10 ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ വെക്റ്റർ ഫോം ചോദിച്ചാൽ r ഡോട്ട് എന്ന് എഴുതും. വെക്റ്റർ ഫോം എഴുതുമ്പോൾ രണ്ട് വെക്റ്റേഴ്സിന് ഡോട്ട് പ്രൊഡക്റ്റ് വരണം, r ഡോട്ട്. ബാക്കി എന്താ എഴുതേണ്ടത്? ഇത് നോക്കിയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് i 2i, വൈയുടെ സ്ഥാനത്ത് j പ്ലസ് 4k പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ഇതാണ് വെക്റ്റർ ഫോം. ഇത് കാർട്ടീഷ്യൻ ഫോം, വെക്റ്റർ ഫോം, കാർട്ടീഷ്യൻ ഫോം, വെക്റ്റർ ഫോം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ത്രൂ ദി പോയിന്റ് 1, 2, 3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി വെക്റ്റർ. ഇവിടെ x1, y1, z1 പോയിന്റ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഏതാണ് പോയിന്റ്? 1,
2 3 ആണ് ഇവിടുത്തെ പോയിന്റ് x1 y1 z. ഇവിടെ ABC ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പെർപെൻഡിക്കുലർ വെക്ടർ അല്ലെങ്കിൽ നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതാണ്. 2 3 4 മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതാണ് A, ഇതാണ് B, ഇതാണ് C. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഒന്ന് പറയൂ നിങ്ങൾ. എന്താണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ? യെസ്, A ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് B ഇൻറ്റു y മൈനസ് y1 പ്ലസ് C ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0 എന്നാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു. A എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു എക്സ് മൈനസ് വാട്ട് ഈസ് x1? ദിസ് ഈസ് 1 പ്ലസ് B എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു y മൈനസ് വാട്ട് ഈസ് y1? യെസ് 2 പ്ലസ് C ഇൻറ്റു z മൈനസ് വാട്ട് ഈസ് z1? യെസ് 3 ഈക്വൽ ടു 0. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. 2x മൈനസ് 2 പ്ലസ് 3y മൈനസ് 6 പ്ലസ് 4z മൈനസ് 12 ഈക്വൽ ടു 0. ഇതൊരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം ഞാൻ 2x എഴുതുന്നു, പിന്നീട് ഞാൻ 3y എഴുതുന്നു, പിന്നീട് ഞാൻ 4z എഴുതുന്നു. ലാസ്റ്റ് നമ്പേഴ്സ് 2 6 8 മൈനസ് 20 ഈക്വൽ ടു 0. This is called the Cartesian equation of the plane. ഇനി ഞാൻ വെക്റ്റർ ഫോം എഴുതണം എന്ന് വിചാരിച്ചോളൂ. വെക്റ്റർ ഫോം ഇവിടെ എഴുതാണ് വെക്റ്റർ ഫോം. വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം. വെക്റ്റർ ഫോം എഴുതാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുന്നു. ആർ ഡോട്ട്, അത് മനസ്സിലാക്കി വെക്കണം. ആർ ഡോട്ട്, ഈ ആർ എന്ന് പറഞ്ഞാൽ xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. അപ്പോൾ എക്സും വൈയും സെഡും വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ആറിൻ്റെ ഡോട്ട് കാണേണ്ടത് ആരുമായിട്ടാണ്? എസ് 2i. ഇത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം, ഈ കാർട്ടീഷ്യൻ ഫോമിലേക്ക് നോക്കാം. 2i പ്ലസ് പറയൂ 3j പ്ലസ് 4k മൈനസ് 20 ഈക്വൽ ടു 0. വളരെ ഈസി അല്ലേ? നോക്കൂ, കാർട്ടീഷ്യൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ വെക്റ്റർ ഫോം എഴുതുമ്പം 2 വെക്റ്റേഴ്സ് വേണമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആർ ഡോട്ട് വെക്റ്റർ ആർ ഡോട്ട് എൻ ഈസ് ഈക്വൽ ടു ഡി എന്നുള്ള ഫോമിലാണ്. ആർ ഡോട്ട് എൻ മൈനസ് ഡി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് നമ്മൾ ആൻസർ എഴുതിയത്. ഈ ആർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. അപ്പോൾ ഇവിടെ XYZ വന്നു. അപ്പോൾ 2x പ്ലസ് ഇങ്ങനെ ഡോട്ട് കാണുമ്പോൾ കറക്റ്റ് ഇത് ആൻസർ വരും. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ ഫോം നോക്കിയിട്ട് വേണമെങ്കിൽ വെക്റ്റർ ഫോം എഴുതാൻ സാധിക്കുമെന്നർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ്, കാർട്ടീഷ്യൻ ഫോമാണ്. അതിൽ നിന്നാണ് വെക്റ്റർ ഫോം. വെക്റ്റർ ഇക്വേഷൻ ഞാൻ കാണാതെ പഠിക്കണം എന്ന് നിർബന്ധം പിടിക്കാത്തതിൻ്റെ കാരണം അതാണ്. ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും എല്ലാവരും ബൈ ഹാർട്ട് ആക്കണം. A ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് B ഇൻറ്റു y മൈനസ് y1 പ്ലസ് C ഇൻറ്റു z മൈനസ് z1 0. 2 ഇൻഫർമേഷൻസ് ആണ് അതിലുള്ളത്. ഒന്ന് ABC, അത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ടു ദി വെക്ടർ എന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റിൽ തന്നിരിക്കും. പിന്നെ ഒരു പോയിന്റ് തന്നിരിക്കും, അതാണ് x1 y1 z1. ഇത്രയും കാര്യങ്ങളാണ് 1 പോയിന്റ് ഫോമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ് 2x പ്ലസ് 3y മൈനസ് 4z മൈനസ് 3 ഈക്വൽ ടു ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ ഈസ് വാട്ട് എന്നാണ്. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കൂടെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി 2 3 മൈനസ് 4. ഇതിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ. ഒരിക്കലും ബ്രാക്കറ്റ് കൊടുക്കാൻ പാടില്ല. ഡയറക്ഷൻ റേഷ്യോസിന് ബ്രാക്കറ്റ് അനുവദനീയമല്ല. ഓക്കെ, ഇനി വെക്റ്റർ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വെക്റ്റർ ഫോം ചോദിക്കാൻ നമ്മൾ എങ്ങനെ എഴുതണം? യെസ്, ആർ ഡോട്ട് എന്ന് എഴുതണം. ആർ ഡോട്ട് എന്ന് എഴുതിയതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നു. കാർട്ടീഷ്യൻ ഫോമിൽ എക്സും വൈയും സെഡും നമ്മൾ i j k ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു. 2i പ്ലസ് 3j മൈനസ് 4k ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. മൈനസ് 3 ഈക്വൽ ടു 0. മൈനസ് 3 ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിന് പറയുന്ന പേരാണ് വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? അതോടുകൂടി നമ്മൾ തൽക്കാലം 1 പോയിന്റ് ഫോം നിർത്തിയിട്ട് അടുത്ത ഒരു സെഷനിലേക്ക് നീങ്ങാണ്. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ 3 പോയിന്റ് ഫോമാണ് പറയുന്നത്. 3 പോയിന്റ് ഉണ്ടെങ്കിൽ, 3 നോൺ കൊലീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ഒരു യുണീക്ക് പ്ലെയിൻ നമുക്ക് ലഭിക്കും. ഓക്കെ, 3 പോയിന്റ്സ് കൊലീനിയർ ആണെങ്കിൽ ഒരിക്കലും ഒരു യുണീക്ക് പ്ലെയിൻ കിട്ടില്ല. നോക്കൂ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് 3 പോയിന്റ്സ് RST കൊലീനിയർ പോയിന്റ്സ് ആണ്. നമ്മളെ ബുക്കിൻ്റെ പേജസ് മോഡൽ കാണുന്ന ഈ ഒരു ഷേപ്പ്, ഇതിൻ്റെ 3 പോയിന്റ്സ് നോക്കൂ നിങ്ങൾ. ആ ബുക്കിൻ്റെ പേജ് ഒട്ടിച്ചു വെച്ച ഭാഗമാണ് ഇത്. അവിടെയുള്ള 3 പോയിന്റ്സും കൊലീനിയർ ആയിരിക്കും. അന്നേരം ആ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എത്ര പ്ലെയിൻസ് ഉണ്ടാവും? ഇപ്പോൾ നോക്കുന്നത് ബുക്കാണെങ്കിൽ ആ ബുക്കിൻ്റെ എല്ലാ പേജും ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് പ്ലെയിൻ ഒരിക്കലും ലഭിക്കില്ല.
കൊലീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ഒരു യുണീക്ക് പ്ലെയിൻ ലഭിക്കില്ല. നോൺ കൊലീനിയർ പോയിന്റ്സ് ആണെങ്കിൽ മാത്രമേ ഒരു യുണീക്ക് പ്ലെയിൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 3 നോൺ കൊലീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞത്. കൊലീനിയർ പോയിന്റ്സ് ആണെങ്കിൽ ഒരേ ഒരു പ്ലെയിൻ ലഭിക്കില്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ടാവും. നോൺ കൊലീനിയർ പോയിന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു യുണീക്ക് പ്ലെയിൻ ലഭിക്കുകയുള്ളൂ. ഇനി ആ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഒരു ഫോർമുല ഞാൻ നേരിട്ട് ഡിറൈവ് ചെയ്യുന്നില്ല, നേരിട്ട് ഇവിടെ ഞാൻ സംസാരിക്കുകയാണ്. സാധാരണ 3 പോയിന്റ്സ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുക? ഇപ്പോൾ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ x1 y1 z1 അല്ലേ, ബി x2 y2 z2. മൂന്നാമത്തെ പോയിന്റിന് നമ്മൾ സാധാരണ എങ്ങനെ കൊടുക്കും? x3 y3 z3. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാണാൻ ഒരു ഫോർമുലയുണ്ട്, ഒരു ഡിറ്റർമിനൻ്റ് ഫോമാണ്. അത് ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതുകയാണ്, നിങ്ങൾ അത് എഴുതി കാണാതെ പഠിക്കുക. ഓക്കെ, എഴുതിക്കോളൂ. അത് ഹെഡിങ് എഴുതിക്കോളൂ, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ 3 പോയിന്റ് ഫോം എന്ന് എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ആൻസർ എഴുതി വെച്ചാൽ മതി. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ 3 പോയിന്റ് ഫോം. ദ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് x1 y1 z1 x2 y2 z2 and x3 y3 z3 is given by determinant of x minus x1 y minus y1 z minus z1. പിന്നീട് x2 minus x1 y2 minus y1 z2 minus z1 x3 minus x1 y3 minus y1 and z3 minus z1 is equal to 0. ഇക്വേഷൻ ആകുമ്പോൾ എപ്പോഴും ഈക്വൽ ടു 0 എന്ന് എഴുതാൻ മറന്നു പോകരുത്. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണിത്. ഇതിൻ്റെ പ്രത്യേകത ഈ x1 y1 z1 എല്ലാം നമ്പേഴ്സാണ്. ഫസ്റ്റ് റോയിൽ മാത്രം എക്സ് വൈ സെഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ് വൈ സെഡ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന രൂപത്തിലുള്ള നേരത്തെ കണ്ട മോഡൽ ഒരു ഇക്വേഷൻ നമുക്ക് ലഭിക്കും. അതാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. നോക്കൂ നിങ്ങൾ, ഇത് ഫോം പഠിക്കാൻ വളരെ ഈസിയാണ്. ഫസ്റ്റ് റോ ഡിറ്റർമിനൻ്റ് 3/3 ഡിറ്റർമിനൻ്റ് ആണല്ലോ ഇത്. ഇതിൻ്റെ ഫസ്റ്റ് റോയിൽ നോക്ക് മൈനസ് ചെയ്തിരിക്കുന്നത് എക്സിൽ നിന്നും വൈയിൽ നിന്നും സെഡിൽ നിന്നും ഫസ്റ്റ് മൈനസ് ചെയ്ത് x1 y1 z1. ഫുൾ ടൈം മൈനസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ് x1 y1 z1. രണ്ടാമത്തെ റോയിൽ എഴുതുമ്പോൾ രണ്ടാമത്തതിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്തു. x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചു. ഓക്കെ, മൂന്നാമത്തെ റോയിലേക്ക് എത്തിയപ്പോഴോ തേർഡ് റോ ആയപ്പം തേർഡിൽ നിന്ന് ഫസ്റ്റ് കുറച്ചു. x3 മൈനസ് x1 y3 മൈനസ് y1 z3 മൈനസ് 1 ഈക്വൽ ടു 0. ഈസി അല്ലേ? മൈനസ് ചെയ്തിരിക്കുന്നതെല്ലാം ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. ഫസ്റ്റ് റോയിൽ x y z. ഓക്കെ, സെക്കൻഡ് റോയിൽ സെക്കൻഡ് കണ്ടോ x2 y2 z2. തേർഡ് റോയിലേക്ക് എത്തിയപ്പം x3 y3 z3. ഫുൾ ടൈം മൈനസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. എഴുതിക്കോളൂ. ആദ്യം ഈ ഇക്വേഷൻസ് എഴുതി വെക്കുന്നു. അതിന് ശേഷം ഒരു ചോദ്യം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 2 5 -3 -2 -3 5 and 5 3 -3. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 പോയിന്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതിൽ x1 y1 z1 ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 5 -3 കുറച്ച് സ്പേസ് ഇട്ട് ഞാൻ എഴുതാം കേട്ടോ. രണ്ടാമത്തത് ഏതാ? -2 -3 5. മൂന്നാമത്തെ പോയിന്റ് 5 3 -3. ഇതിൽ ആരൊക്കെ x1 y1 z1? യെസ്, ഇതാണ് x1 ഫസ്റ്റ് പോയിന്റ് ആണല്ലോ, x1 y1 z1. ഇത് x2 y2 z2. തേർഡ് പോയിന്റ് x3 y3 z3. തേർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്തായി ഇനി? വാട്ട് ഈസ് ഇക്വേഷൻ? യെസ്, ഡിറ്റർമിനൻ്റ് ഓഫ് പറഞ്ഞു നോക്കൂ ആൻസർ. x മൈനസ് x1. എന്താ x മൈനസ് x1? അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഫോർമുല എഴുതണം. ഓക്കെ, x മൈനസ് x1 എന്ന് പറഞ്ഞാൽ x മൈനസ് 2. യെസ്, y മൈനസ് y1 y മൈനസ് 5 z മൈനസ് z1 -3 ആയതുകൊണ്ട് +3 എന്ന് എഴുതി. ഓക്കെ, സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ x2 എഴുതണം. x2 മൈനസ് x1. അപ്പോൾ ഞാനിങ്ങനെ എഴുതാണ് -2 മൈനസ് x2 മൈനസ് x1 -2 y2 -3 മൈനസ് y1 ഏതാ? 5 ആണ് കണ്ട. z2 യെസ് 5 -3 +3. അപ്പോൾ z2 മൈനസ് z1 ആയി. ഇനി x3 മൈനസ് x1. ഇത് x3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 -2 കണ്ടില്ലേ നിങ്ങൾ? 5 -2 y3 മൈനസ് y1 എന്നാൽ 3 -5 3 -5. ലാസ്റ്റ് z3 മൈനസ് z1 -3 +3 എന്ന് വരിക. അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഈക്വൽ ടു 0. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഒന്നാമത്തെ ലൈൻ നോക്കൂ, x -2 തന്നെ. x -2 y -5 z +3 ഒന്നും ചെയ്തിട്ടില്ല.
രണ്ടാമത്തേത് -4. ഓക്കെ, -8 + 8. 5 - 2 3 -2 ആൻഡ് 0. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഡിറ്റർമിനൻറ്റ്. ഈക്വൽ ടു 0 എന്ന് എഴുതണം. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ അല്ല കാണേണ്ടത്, ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ്. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എങ്ങനെ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. x-2 ആദ്യം എഴുതി, എന്നിട്ട് ഇതാ x-2 റോയും കോളും ഒഴിവാക്കി, ബാക്കി വരുന്നത് ഇതാ 0 അല്ലേ, 8 × 0 0 - -16 0 - -16 അപ്പോൾ 0 + 16. അടുത്തത് മൈനസ് ആണ് അല്ലേ, -y - 5 രണ്ടാമത്തേത് മൈനസിലാണ് തുടങ്ങാം. 0 - 24 0 - 24. മൂന്നാമത്തേത് z+3 ആണ്. z+3 ഇവിടെ 8 മൈനസ് എന്താ വരിക, 8 - -24 അപ്പോൾ +24 എന്ന് കിട്ടും. ഈക്വൽ ടു 0 എന്ന് എഴുതാൻ മറക്കരുത്. ഒന്നും കൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് 16 തന്നെ അല്ലേ, 16 × x-2 എന്ന് എഴുതി. ഇവിടെ -24 ഇവിടെ മൈനസ് അപ്പോൾ +24 എന്ന് എഴുതാണ്. +24 × y-5. തേർഡ് വൺ 32 ആണ്. +32 × z+3 ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 16x - 32 + 24y - 120 + 32z + 96 ഈക്വൽ ടു 0. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മൾ അടുത്ത ലൈൻ എങ്ങനെ എഴുതും? ആദ്യം x എഴുതാണ്, 16x ആദ്യം എഴുതി, പിന്നീട് y ആണ് എഴുതുന്നത് 24y, പിന്നീട് z 32z, ലാസ്റ്റ് -32 - 152 + 96 വരുമ്പോൾ എത്ര ഉണ്ടായിരിക്കും ആൻസർ? -56 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ മൊത്തം ഇവിടെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 എല്ലാത്തിലും 8 പോകും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇവിടെ 2x അല്ലേ, 2 8 16, 24 ആകുമ്പോൾ 3y, ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4z, ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -7 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ. ഓക്കെ, 2x + 3y + 4z - 7 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്ന് മാത്രം സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ കാർട്ടീഷ്യൻ ഫോം മാത്രം എഴുതിയാൽ മതി. ഇനി അഥവാ വെക്റ്റർ ഫോം ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? വെക്റ്റർ ഫോം ചോദിച്ചാൽ ആൻസർ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാണ്. വെക്റ്റർ ഫോം ചോദിച്ചാൽ ഇതാണ് ആൻസർ. r ഡോട്ട് 2i + 3j + 4k ക്ലോസ് ചെയ്യുക -7 ഈസ് ഈക്വൽ ടു 0. ഇതിവിടെ ചോദിച്ചിട്ടില്ല. അഥവാ വെക്റ്റർ ഫോം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇതാണ്. ക്ലിയർ? അപ്പോൾ ഈ ജസ്റ്റ് ഡിറ്റർമിനൻറ്റ് കാണാതെ പഠിക്കുന്നു, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലഭിക്കും. ഇതാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ത്രൂ 3 പോയിന്റ്സ്. ഓക്കെ, 3 നോൺ കൊലീനിയർ പോയിന്റ്സ്. ഇത് കൊലീനിയർ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പ്ലെയിൻ്റെ ആൻസർ ലഭിക്കില്ല. ഒരു ഐഡന്റിറ്റി കിട്ടും, 0 = 0 എന്നുള്ള രൂപത്തിലാണ് ആൻസർ ലഭിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, ഇത് കൊലീനിയർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഫോർമുല അറിഞ്ഞല്ലോ, x - x1 ഇതൊക്കെ x1 y1 z1 എല്ലാം മൈനസ് ചെയ്തത് കംപ്ലീറ്റ് x1 y1 z1 ആണ്. സെക്കൻഡ് റോയിലെത്തുമ്പം x2 - x1 y2 - z1 അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ 3 പോയിന്റ്സ് അല്ലേ. നമുക്ക് ഇവിടെ തന്നെ പേര് കൊടുക്കാം. 3 പ്ലെയിനിന് പേര്, 3 എന്താ പറയുക നമ്പേഴ്സിനും പോയിന്റ്സിനും പേര് കൊടുക്കുന്നു. ഇതാണ് x1 y1 z1, ഇത് x2 y2 z2, x3 y3 z3. എന്താണ് ഇക്വേഷൻ? യെസ്, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ്, എഴുതിക്കോളൂ, ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ്, ഞാൻ ഫോർമുല എഴുതുന്നില്ല, ഫോർമുല നിങ്ങൾ എഴുതണം കേട്ടോ. ഡിറ്റർമിനൻ്റ് ഓഫ് ആദ്യം എഴുതേണ്ടത് x മൈനസ് ആണ്, എക്സിലാണ് തുടങ്ങേണ്ടത്. x - x1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, y - y1 അഗെയിൻ 1, z - 0. അപ്പോൾ ഞാൻ ഒന്നും എഴുതുന്നില്ല. ഓക്കെ, സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ എന്ത് എഴുതണം? x2 ആണ്. ഇവിടെ x2 കണ്ടില്ല നിങ്ങൾ, x2 y2, x2 - x1 എന്ന് പറഞ്ഞാൽ 1 - 1 y2 - y1 2 - 1 z2 - z1 1 - 0. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേത് കഴിഞ്ഞു. ഇനി 3. അപ്പോൾ x3ലേക്ക് വരണം. x3 - x1 -2 - 1 y3 - y1
2 മൈനസ് 1, z3 മൈനസ് z1, -1 മൈനസ് 0. ഇതാണ് ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? യെസ്, എക്സ് മൈനസ് 1 വൈ മൈനസ് 1 z, ഇവിടെ 0 1 1 -3 1 മൈനസ് 1 ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ. യെസ്, ഫസ്റ്റ് റോയിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ ബാക്കി അവിടെ എഴുതാണ് എക്സ് മൈനസ് 1 ഇൻറ്റു -1 മൈനസ് 1 അല്ലേ, -1 മൈനസ് 1. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -1 മൈനസ് 1. രണ്ടാമത്തത് മൈനസ് ഓഫ് y മൈനസ് 1 ഇൻറ്റു ഇതിൽ കോളം ഒഴിവാക്കി റോ ഒഴിവാക്കി 0 മൈനസ് -3, 0 മൈനസ് -3. ഓക്കെ. മൂന്നാമത്തത് പ്ലസ് z ഇൻറ്റു 0 മൈനസ് -3, 0 മൈനസ് -3 വരുമ്പോൾ +3 വരും അല്ലേ, +3 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 മറക്കരുത്. അപ്പോൾ ഇതെന്തായി -2 അല്ലേ, -2 ഇൻറ്റു എക്സ് മൈനസ് 1, ഇത് +3, ഇവിടെ -3 ഇൻറ്റു y മൈനസ് 1 പ്ലസ് 3z ഈക്വൽ ടു 0. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ -2x പ്ലസ് 2 -3y പ്ലസ് 3 പ്ലസ് 3z ഈക്വൽ ടു 0. റെഡി അല്ലേ? ഞാൻ മൊത്തം ഇത് ഓർഡറിൽ എഴുതുന്നു. ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ -2x -3y പ്ലസ് 3z പ്ലസ് 5 ഈക്വൽ ടു 0. വേണമെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ എക്സ് ടേമിനെ പോസിറ്റീവ് ആക്കി എഴുതാം. മൊത്തം നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 2x പ്ലസ് 3y മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0. എല്ലാ ടേമിനെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. 2x പ്ലസ് 3y മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ. ഈ പ്ലെയിൻ ശരിയാണോ നോക്കാൻ ഈ പ്ലെയിൻ്റെ പ്രത്യേകത ഈ 3 പോയിന്റും ഈ പ്ലെയിനിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1, വൈക്ക് 1, സെഡിന് 0 എന്ന് കൊടുത്താൽ കറക്റ്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഈ 3 പോയിന്റും ഇതിൽ കറക്റ്റ് വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് വൈ സെഡിന് വാല്യൂസ് കൊടുത്താൽ ശരിയായിരിക്കും. ഇനി ഇതിൻ്റെ വെക്റ്റർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ആർ ഡോട്ട് പറയൂ 2i പ്ലസ് 3j മൈനസ് 3k മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോം ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ 3 പോയിന്റ്സ്. ജസ്റ്റ് ഈ ഫോർമുല കാണാതെ പഠിക്കുന്നു. എക്സ് മൈനസ് x1 y മൈനസ് y1 z മൈനസ് z1. രണ്ടാമത്തെ സെക്കൻഡ് പറയുമ്പോൾ സെക്കൻഡ് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ്. തേർഡ് ആകുമ്പോൾ തേർഡ് x3 മൈനസ് x1 y3 മൈനസ് y1 z3 മൈനസ് z1 ഈസ് ഈക്വൽ ടു 0. സാധാരണ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഫസ്റ്റ് റോയിൽ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ax പ്ലസ് by പ്ലസ് cz പ്ലസ് d ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ. ഇവിടെ ഏതൊരു പ്ലെയിനിൻ്റെയും ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ആയിരിക്കും, a b c. ഈ നമ്പർ ആയിരിക്കും ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദി പ്ലെയിൻ. ഓക്കെ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. x1 y1 z1 x2 y2 z2 x3 y3 z3. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മാജിക് കാണാവുന്നതാണ്. എന്താണ് ആ മാജിക് എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കുക. ഏതാ ഫോർമുല? പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല x മൈനസ് x1 y മൈനസ് y1 z മൈനസ് z1. കണ്ട, ഫസ്റ്റ് റോയിൽ നമ്മൾ കുറച്ചു. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ 2 x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. ക്ലിയർ ആണല്ലോ. തേർഡ് റോയിലേക്ക് വരുമ്പോഴോ തേർഡ് x3 3i കണ്ട, x3 മൈനസ് x1 y3 മൈനസ് y1 z3 മൈനസ് z1. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ലഭിക്കും. ഓക്കെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.